ഹലോ ഗൈസ്, അപ്പം നിങ്ങളെ കൂത്തൊന്ന് കേട്ടിട്ടുണ്ടോ? അതെ, ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ കൂത്താണ്. ഞാനിവിടെ കുമ്മാട്ടിയവനെ. അപ്പോൾ കുമ്മാട്ടിനെ വരവേൽക്കാനാണ് ഇവിടെ കൂത്ത് നടക്കുന്നത്. അപ്പം എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം, വാ. അപ്പോൾ കൂത്ത് കാണാനായിട്ട് ഞാനിവിടുത്തെ പാലക്കിഴിക്കാവ് അമ്പലത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അമ്പലത്തിലോട്ട് കൂത്ത് വന്നിട്ടില്ല, അപ്പോഴേക്ക് ഞങ്ങളിവിടെ എത്തി. തിരക്കൊക്കെ വരുന്നേ ഉള്ളൂ. ഇവിടേക്ക് ഇനിയും കുറേ ആളുകൾ വന്ന് നിറയാനുള്ളതാണ്. അമ്പലത്തിൽ വന്നിട്ട് തൊഴുതാണ്ട് പോയി എങ്ങനെയാണ്, അങ്ങനെ അമ്പലത്തിൽ കയറിയിട്ട് പ്രസാദം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ തന്നെ ഗൈസ് കൂത്തും കാര്യങ്ങളൊക്കെ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ അനിയത്തി. ഇവൾക്കാണെങ്കിൽ വേലയിൽ കളിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കുമ്മാട്ടിക്ക് ആവട്ടെ ഗൈസ്, കുമ്മാട്ടിക്ക് ഒരു പൊളി പൊളിക്കണം. അങ്ങനെ ഇപ്പോൾ അമ്പലത്തിലാണെങ്കിൽ ഇവിടെ ഫുള്ള് വൈബാട്ടോ, കൊട്ടക്കായിട്ട് ആളുകൾ ഫുള്ള് ഡാൻസ് ആണ് ഗൈസ്. നമുക്ക് എന്തായാലും ഒരു പൊളി പൊളിക്കാം. അല്ല പിന്നെ നമ്മുടെ അടുത്ത് കൂത്തിന് നമ്മൾ തന്നെയല്ലേ വൈബാക്കണ്ട്. കൂത്തിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് ഇതുപോലെ ഓലയിൽ പന്തം കത്തിച്ചിട്ടാണ് കൂത്ത് നടക്കുക. പിന്നെ ഇതുപോലെ വിളക്കും കൊട്ടക്കായിട്ട് 3 തവണ അമ്പലത്തിന് ചുറ്റും വലയ്ക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ട് കുമ്മാട്ടിയും കൂത്തൊക്കെ തന്നെ ഉള്ളൂ. അതും വർഷത്തിലൊരിക്കൽ ഗൈസ്. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് മുണ്ടൂർ കുമ്മാട്ടി എന്ന് പറയുന്നത്. ഇതാ നിങ്ങളിപ്പോൾ എൻ്റെ ബാഗിൽ കണ്ട, ഇതിപ്പോൾ ഇടി പൊട്ടിക്കൊണ്ടിരിക്കുന്നല്ല കേട്ടോ, അവിടെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ വന്നതുകൊണ്ട് എന്നെ അറിയുന്ന കുറച്ച് പേരെ എനിക്ക് കാണാൻ പറ്റി, അതന്നെ വലിയ കാര്യമാണ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു 10-10 ആകുമ്പോൾ തന്നെ ഇവിടെ കൊട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കുമ്മാട്ടിക്ക് അമ്പലത്തിൽ കാവ് കയറുമ്പോൾ കൊട്ടിനൊരു കൊട്ടുണ്ട്, അതിൻ്റെ ഫീലൊന്ന് വേറെ കേട്ടോ. അതിവിടെ ഉള്ളവർക്കും അതുപോലെ തന്നെ കുമ്മാട്ടി കാണാൻ വന്നിട്ടുള്ളവർക്കും അറിയാം അതിൻ്റെ ഒരു ഫീൽ എന്താണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പാവക്കൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പാവക്കൂത്ത് തുടങ്ങാനായിട്ട് ഇനിയും കുറേ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ മച്ചന്മാരെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കുമ്മാട്ടിക്ക് വരട്ടെ. അപ്പോൾ കുമ്മാട്ടി എപ്പോഴാന്ന് വെച്ചാൽ മാർച്ച് 26-ാം തീയതി വ്യാഴാഴ്ചയാണ്. പിന്നെ ഗൈസ്, നമ്മുടെ വീഡിയോ മുണ്ടൂരിൽ നിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ എത്ര പേര് ഇവിടെ മുണ്ടൂരിൽ നിന്ന് കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി കുമ്മാട്ടിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാണ്ട് പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും മറക്കണ്ട, മാർച്ച് 26-ന് മുണ്ടൂർ വെച്ച് കാണാം.